നമസ്കാരം. താങ്ക് യു ആൾ. ബോളാഗോളം എന്ന് പറയുന്നത് ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പിറന്ന കളിയാണ് എന്ന ചൊല്ലിൽ നിന്നുണ്ടായ ഒരു ടൈറ്റിലാണ്. ഗോളാണ് ഗോളം, ഗോളം എന്ന് പറയുന്നത്. എ പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ ആയിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ജീവിതത്തിനും കളിക്കുമിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് സിനിമ പറയുന്നത്. BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഡോക്യുമെന്ററിനെ ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു റിയൽ ഇൻസിഡന്റിനെയും കൂട്ടിച്ചേർത്ത് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ബോളാഗോളത്തിൻ്റെത്. 2 മണിക്കൂറിൽ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതവും പാസ് ചെയ്ത് കാഴ്ചയുടെ വില കൊലുക്കുന്ന ഗോൾ നേടുന്ന സിനിമയാണ് ബോളാഗോളം. ഈ സിനിമയുടെ ക്ലൈമാക്സ് സത്യത്തിൽ സ്ക്രീനിലല്ല, അത് റിയൽ ലൈഫിലാണ് എന്ന് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടിക്കറ്റ് ഈസ് ടോക്കൺ എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. കാരണം സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് സിനിമ ടിക്കറ്റ് എടുത്തിട്ട് ഒരു സിനിമ കാണാം എന്നതിന്റെ അപ്പുറത്ത് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഒരു ഗ്രൗണ്ട് വാങ്ങിക്കാനാണ്, നാട്ടുപുറത്ത് ഗ്രൗണ്ട് വാങ്ങിക്കാനാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രബുദ്ധരായ കേരള സമൂഹത്തിന്റെ മുന്നിൽ ബോൾ സമൂഹത്തിന്റെ കോർട്ടിൽ ഞങ്ങൾ വെക്കുകയാണ്. അത് ഗോൾ നേടണോ അത് മിസ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രബുദ്ധരായ കേരള സമൂഹമാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം സിനിമ ഇന്നലെ റിവ്യൂ കണ്ട ആളുകളാണ്, നിങ്ങൾ എല്ലാവരും റിവ്യൂ കണ്ട ആളുകളാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിവ്യൂകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഐസ്ലാൻഡിന്റെ ആശയം എന്ന് പറയുന്നത് കുട്ടികളെ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ലഹരികളുണ്ട് ലോകത്ത്. അപ്പോൾ നെഗറ്റീവായ ലഹരികളിൽ നിന്ന് മാറ്റി നിർത്തി പോസിറ്റീവായ ലഹരികളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെയും അവരുടെ കഴിവിനെയും തിരിച്ചുവിടുക എന്നുള്ളതാണ് ആ ഡോക്യുമെന്ററി ഉദ്ദേശിക്കുന്നത്. അത് 48% ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു ജനതയെ 5%ലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചുരുക്കുകയും നാടിന്റെ സ്പോർട്സിൽ ഒരുപാട് മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററിയാണ്. അപ്പോൾ അത്തരമൊരു ആശയം നമ്മുടെ ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആണ് എന്ന് തോന്നതോടുകൂടി കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ഈ സമയത്ത് വേൾഡ് കപ്പിന്റെ ഹരങ്ങൾക്കിടയിൽ നമ്മൾ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. കാരണം നമ്മളുടെ ആവേശം ഇന്റർനാഷണൽ ആണ്. കാരണം നമ്മുടെ ആവേശങ്ങൾ ലോകം ഏറ്റെടുക്കാറുണ്ട്, ലോകത്തെ പ്രമുഖ ക്ലബ്ബുകൾ ഏറ്റെടുക്കാറുണ്ട്, രാജ്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നമ്മുടെ നാട്ടിലെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട്. അതേപോലെ ഫിഫ ഖത്തർ കമ്മിറ്റി വരെ നമ്മുടെ മലയാളികളെ പ്രശംസിച്ചിട്ടുള്ളതാണ്. അത്രമേൽ ഇന്റർനാഷണൽ ആണ് നമ്മുടെ ആവേശം. പക്ഷെ നമ്മളുടെ ആവേശങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് ആക്ഷൻസ് വേണ്ടേ. സിനിമ മുന്നോട്ട് വെക്കുന്നത് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് ഈ സമൂഹമാണ്. ഇത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. ജൂലൈ 3 ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. നിങ്ങൾ എല്ലാവരും സിനിമ കാണണം. സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ജീവിതത്തിൽ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ആളുകൾ, ഇത് ഒരു നാടിന്റെ മാത്രം കഥയല്ല, ഇത് എല്ലാ ക്ലബ്ബുകളുടെയും കഥയാണ്, എല്ലാ നാടുകളുടെയും കഥയാണ്. ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അത്തരം ഒരു പുനർവിചിന്തനത്തിന് പകം നൽകുന്ന ഒരു സിനിമയാണ്. ഇത് ഒരിക്കലും ഒരു ഡോക്യുമെന്ററിയൽ സിനിമയല്ല, ഇത് എന്റർടൈനിങ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അത്തരം ഒരു സിനിമ സത്യത്തിലൂടെ ഒരു ആശയമാണ്. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ സൊസൈറ്റി നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മൾക്ക് ഗോൾ നേടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രമാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. താങ്ക് യു.